Good morning, all. Good morning, Miss. Morning, ma'am. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് എന്താണ് ഇംപ്രൂവിങ് അല്ലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു അല്ലെ, വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? നമ്മൾ കുറച്ച് ഭാഗം എടുത്തു. എവിടം വരെയാണ്? നെക്സ്റ്റ് ക്ലിയർ ആണെന്നാണ് പറയുന്നത്. Okay, the next നമുക്ക് നോക്കാനുള്ളത് അല്ലെ, to know the performance of the hospital staff അല്ലെ, അതോടെ എങ്ങനെ എടുക്കേണ്ടത്? Yes, ma'am. Okay, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടു സ്റ്റാഫ് അല്ലെ, അവിടെ ഹോസ്പിറ്റലില് സ്റ്റാഫ് അവിടെയുള്ള പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് അവർ തയ്യാറാകുകയും ചെയ്യും, മറ്റുള്ളവരെ കൂടി അറിയിക്കും അല്ലെ. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ കൂടി അതിലേക്ക് വരാനായിട്ട് മറ്റുള്ളവരെ കൂടി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. എന്താണ് അവിടെ എടുത്ത് പറയുന്നത്? ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ആശുപത്രി ജീവനക്കാരുടെ പ്രകടനം അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ള അറിവ്. പ്രധാനമായിട്ടും നമുക്കറിയാം അവര് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആണ് അതിന്റെ റിട്ടേൺ ആയിട്ട് അവിടെയുള്ള പേഷ്യന്റിന് അത് അർഹമാകുള്ളൂ അല്ലെ. നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് നല്ല തൃപ്തികരമായിട്ട് തന്നെ അവർ ഡ്യൂട്ടി ചെയ്യും. അതിന്റെ റിസൾട്ട് എന്ന വണ്ണം പേഷ്യൻസിന് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതെല്ലാം അവിടെയുള്ള സ്റ്റാഫുകൾ അതൃപ്തിയാണ് അല്ലെ, അവരുടെ ഡ്യൂട്ടി എങ്ങനെയെങ്കിലും കടുത്ത് വയ്ക്കുന്ന രീതിയിൽ ഡ്യൂട്ടി ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ പരിണത ഫലം അനുഭവിക്കുന്ന ആരായിരിക്കും? അവിടെയുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ, ആയിരിക്കില്ലേ? അത് അത്രയും കാര്യം നിങ്ങൾ ഓർത്താൽ മതി. തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റാഫിന് അന്തരീക്ഷം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് അല്ലെ മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് നല്ല തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ പ്രകടിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പ്രദാനം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്നത് അവിടെയുള്ള പേഷ്യൻസിന് നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്യും. അപ്പൊ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും. ഇറ്റ് ഈസ് നെസസറി ടു കീപ് ഓൺ ഹോസ്പിറ്റൽ സ്റ്റാഫ്സ് പെർഫോമൻസ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ഓക്കെ, നമുക്കറിയാം അവിടെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അവര് കൃത്യമായിട്ട് തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അവരുടെ പ്രകടനം എത്രത്തോളം, അവിടെയുള്ള സ്റ്റാഫുകളുടെ പ്രകടനം എത്രത്തോളം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹാപ്പി സ്റ്റാഫ് വിൽ ഗീവ് ബെറ്റർ പേഷ്യന്റ് കെയർ. അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുകയും ചെയ്യും. കാരണം പേഷ്യന്റ് നല്ല ഹാപ്പി ആവണമെങ്കിൽ, ഇൻ കേസ് സ്റ്റാഫുകൾ അതൃപ്തിയോട് കൂടിയിട്ടാണ് ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ അതിന്റെ പരിണതഫലം അനുഭവിക്കാൻ പോകുന്നത് അവിടുത്തെ പേഷ്യൻസ് തന്നെയായിരിക്കും. ഓക്കെ, if patients are not satisfied with their visit, there is a possibility that the patients will choose for a service from another provider. In case a patient satisfied ആണ് എങ്കിൽ നമുക്കറിയാം ഈ നല്ല രീതിയിൽ സ്റ്റാഫിന്റെ ഒക്കെ സേവനം കിട്ടി പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ എന്താണ് അവർക്ക് മറ്റുള്ളവരെയും കൂടി അല്ലെ ആ ഒരു സേവനം ഇൻ കേസ് പറയുകയാണ് ഫ്രം അനദർ പ്രൊവൈഡർ, ഇൻ കേസ് അല്ലെ വിച്ച് ചൂസ് ഫോർ ദ സർവീസ്, ഇൻ കേസ് അവിടെ നല്ല രീതിയിലല്ല അവര് നൽകുന്നതെങ്കിൽ, നോട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താണ് അവര് മറ്റുള്ള ഹോസ്പിറ്റലുകൾ തേടി പോകും അല്ലെ. അവിടുത്തെ ഡ്യൂട്ടി അല്ലെ, അവിടുത്തെ നഴ്സുമാർ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളൊന്നും നല്ല രീതിയിലല്ല നമ്മളെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതൃപ്തരായിരിക്കും പേഷ്യന്റ്. അതുകൊണ്ട് തന്നെ മറ്റു ഹോസ്പിറ്റലുകൾ തേടി പോകാനായിട്ട് അവര് ശ്രമിക്കുകയും ചെയ്യും. Therefore, it is necessary to listen to the patients which will make them feel strengthened. അതായത് അവരെ അല്ലെ, അപ്പം തീർച്ചയായിട്ടും അവർക്ക് ശക്തി കൊടുക്കണം. ഇൻ കേസ് അവിടെയുള്ള പേഷ്യൻസിനൊക്കെ നല്ല രീതിയിൽ തന്നെ എന്താണ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം അല്ലെ. നല്ല രീതിയിൽ സുഖമായ അന്തരീക്ഷങ്ങൾ അല്ലെങ്കിൽ നല്ല ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ അവർക്ക് ജോലി എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള സാലറികൾ എല്ലാം തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? അവിടെയുള്ള പേഷ്യൻസിന് അവർ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള പേഷ്യൻസ് തൃപ്തികരമായിട്ട് വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് സേവനത്തിന് വരും. അതല്ല എങ്കിൽ അവരെന്ത് ചെയ്യും? മറ്റു ഹോസ്പിറ്റലിലേക്ക് അല്ലെ സർവീസിന് വേണ്ടിയിട്ട് മറ്റു ഹോസ്പിറ്റലിലെ അവര് അംഗീകരിക്കാനായിട്ട് ശ്രമിക്കും, മറ്റു ഹോസ്പിറ്റലുകൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും എന്നുള്ളത്.
നെക്സ്റ്റ് നോക്കാം, വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്. അതായത് നമ്മൾ കണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണെന്നുള്ളത് നോക്കാം. ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ ദ സ്റ്റാഫ്. ഈ സ്റ്റാഫിന് വേണ്ടിയിട്ട്, സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് നല്ല ഫ്രണ്ട്ലി നല്ല ഒരു എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. സെക്കൻഡ് വൺ, എൻഷുർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദെയർ റെസ്പോൺസിബിലിറ്റി. ഓരോ സ്റ്റാഫിനും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നുള്ളത് ഉറപ്പാക്കി കൊടുക്കുക. അവർക്ക് കൃത്യമായിട്ട് എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് ഉറപ്പുവരുത്തി കൊടുക്കണം. ഓക്കെ, ഓരോരുത്തരുടെയും ഡ്യൂട്ടി ഇത്രയാണെന്നുള്ളത് ഉറപ്പാക്കി കൊടുക്കേണ്ടതുണ്ട്. ദെൻ കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ സർവീസ്. ഇടയ്ക്കൊക്കെ എന്താണ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെയുള്ള സർവേകൾ നടത്തണം. ഇൻ കേസ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് അവര് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. നമുക്ക് മതിയായിട്ടുള്ള കൂലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ട്രെയിനിങ് ഒന്നും ലഭ്യമാകുന്നില്ല, അല്ലെങ്കിൽ കൃത്യസമയത്തിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല, കൃത്യമായി എക്യുപ്മെന്റ് കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആവശ്യമായിട്ടുള്ള സർവേകൾ കണ്ടക്ട് ചെയ്യണം. വേണ്ടി വരുമോ? അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരുമോ? അവര് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ വേണ്ടി വരും. അവര് അങ്ങനെയാണ് അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് ഓഫ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. ഇതാണ് ഇൻ കേസ് അധികം പ്രകടനങ്ങൾ അധികം വർക്കൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരെയൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ കൊണ്ട് സാധിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു പുഷപ്പ്. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരക ഘടകമായിട്ടുള്ള എന്തെങ്കിലും കോംപ്ലിമെന്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണ് ആ രീതിയിലേക്ക് അവരവരുടെ ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അവർ തയ്യാറാവും. അത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പേഷ്യൻസിന് അനുഭവിക്കാനും സാധിക്കും. ദെൻ റിവാർഡ് ബെസ്റ്റ് പെർഫോമർ. അടുത്തൊരു കാര്യം പറയുന്നത് അവരെ അംഗീകരിച്ചുകൊണ്ട് റിവാർഡുകൾ അവർക്ക് കോംപ്ലിമെന്റുകളൊക്കെ കൊടുക്കുക. അപ്പൊ എന്താണ്, തീർച്ചയായിട്ടും അവരെ ഹാപ്പി ആയിരിക്കും. ഓരോ സ്റ്റാഫും ഹാപ്പി ആയിരിക്കും. അങ്ങനെ സ്റ്റാഫ് ഹാപ്പി ആണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സേവനങ്ങൾ അവരെ പ്രദാനം ചെയ്യും. അതിന്റെ റിസൾട്ട് ആയിട്ട് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരികയും മറ്റുള്ളവരെ വരാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റ് അല്ലേ? അവിടെ ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് കാണുന്നത് ഹാപ്പി സ്റ്റാഫ് will give better dash better patient care. Better patient care ചെയ്യണമെങ്കിൽ എങ്ങനെയുള്ള സ്റ്റാഫ് ആയിരിക്കണം? ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കണം. ഇൻ കേസ് എന്താണ് അവർക്ക് ഹാപ്പി ആയിട്ടുള്ള ഫീലിങ്സ് ഇല്ലാത്ത തരത്തിലുള്ള സിറ്റുവേഷൻ ആണ് ആ ഒരു ഹോസ്പിറ്റലിൽ ഫീൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിലുള്ള സേവനങ്ങൾ പേഷ്യൻസിന് പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. സ്റ്റാഫിന്റെ ആ ഒരു പ്രൊഡക്ടിവിറ്റി, അതായത് നല്ല ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഇംപ്രൂവ് ദ വർക്ക് എൻവയൺമെന്റ്. അതായത് നമ്മുടെ വർക്കിംഗ് എൻവയൺമെന്റ് വർക്കിംഗ് പ്ലേസും കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. ഓക്കെ, നമുക്കറിയാം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അവർക്ക് അവര് മേലുദ്യോഗസ്ഥരെ ബഹുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് താഴുദ്യോഗസ്ഥരോട് അത്യാവശ്യം അവർ നല്ല രീതിയിൽ തന്നെ മിങ്കിൾ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഡ്യൂട്ടിയൊക്കെ പോകാനായിട്ട് സാധിക്കും. ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇൻകേസ് ആവശ്യമില്ലാതെ റെസ്പെക്ട് ഒന്നും കൊടുക്കാതൊക്കെ ഇരുന്നാൽ നമുക്കറിയാം ആരാണ് കീഴുദ്യോഗസ്ഥർ എന്നുള്ള ഒരു രീതി തന്നെ വരില്ല. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ അവൈലബിൾ ആക്കണം. പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി, ഇടയ്ക്കിടയ്ക്ക് കീപ്പറണം, സർവേ ഒക്കെ നടത്തണം. അപ്പോഴാണ് ഇവരുടെ പ്രോബ്ലംസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബി എംപതി ആൻഡ് മോട്ടിവേഷൻ നോൺ പെർഫോമൻസ്. ഇൻ കേസ് പെർഫോമൻസ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ പ്രകടനങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ഓരോ വർക്കേഴ്സിന്റെയും ഡ്യൂട്ടികളൊക്കെ വിലയിരുത്തുമ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരുപക്ഷെ നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യണമെന്ന് പറ്റാത്ത വ്യക്തികളും ഉണ്ടാവാം. അപ്പൊ അവരൊക്കെ എമ്പതിയോട് കൂടിയിട്ടൊക്കെ
അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റും അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. Then acknowledge and reward best performance. Yes, നല്ല പെർഫോം ഒക്കെ കാഴ്ചവെക്കുന്നത്, നന്നായിട്ട് പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത് അല്ലെ, ടാസ്കിലൊക്കെ നല്ല രീതിയിൽ എളുപ്പം കരസ്ഥമാക്കുന്നവർക്കൊക്കെ റിവാർഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരൊന്നും കൂടി പുഷപ്പ് ചെയ്ത് നല്ല മാക്സിമം റിസോൾട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അവർ നല്ല രീതിയിൽ അവരുള്ള എംപ്ലോയീസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്യും. ദെൻ അതിന്റെ പരിണത ഫലമായിട്ട് അവിടെയുള്ള പേഷ്യൻസിന് നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാവുകയും ചെയ്യും. വർക്ക്സ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴെങ്കിലും ഇൻ കേസ് എന്താണ് സ്ട്രാറ്റജീസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് അല്ലെ, ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ്, നിങ്ങളുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമുക്കറിയാം അവിടെ നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, ഫീഡ്ബാക്കുകൾ ഇടയ്ക്ക് ചോദിച്ചറിയുക. ഇൻ കേസ് അല്ലെ ഓൾ ഓഫ് ദി അബവ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ. നമുക്ക് ചിലപ്പോഴെങ്കിലും എന്തെങ്കിലും കൂട്ടത്തിൽപ്പെടാത്ത അല്ലെ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാത്തതെന്നുള്ള രീതിയിലും വരാവുന്ന എന്തെങ്കിലും അല്ലെ മിക്സഡ് ആയിട്ടുള്ള ഒഴിവ് ഔട്ടൊക്കെ വന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ അല്ലെ, ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റ്, സ്റ്റാഫിനെ തൃപ്തിയാക്കിയ പേഷ്യന്റും ഹാപ്പി ആവും അല്ലെ, അതാണ് ആ പോയിന്റിൽ എടുത്ത് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ്. എന്താണ് മിഫ്ഡ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ? ആംഗ്രി പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെയാണോ മിഫ്ഡ് പേഷ്യന്റിന്റെ മീനിങ്? നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഈ വേർഡ് കാണുമ്പോൾ എന്താ ആ ഒരു പേടി വേണ്ട. ഇങ്ങനെ അല്ലെ, ദേശീയക്കാരായ രോഗികൾ അവരെ തിരിച്ചറിയുന്നതാണ് ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യന്റ്. ദേശീയക്കാരായ രോഗികൾ നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ വെൽ ബീയിങ് ആയിരിക്കില്ല അല്ലെ, അവര് കേസ് രോഗാവസ്ഥയിൽ തന്നെ ചിലപ്പോ അവരുടെ അല്ലെ നാച്ചുറലി അവർ ചിലപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത പേഷ്യന്റോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പേഴ്സൺ ഒക്കെ ആയിരിക്കും, ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം. പക്ഷെ ഈ അസുഖം വന്ന് അവർക്ക് വേദനയൊക്കെ സഹിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥകള്, അതല്ലെങ്കിൽ എപ്പോഴെപ്പോഴും അസുഖം വരുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥകൾ, അവരൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ വ്യക്തികളൊക്കെ എന്താണ് ദേഷ്യമുള്ളവരാക്കി തീർക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ചില രോഗങ്ങൾ തന്നെ ദേഷ്യപ്പെടാനായിട്ട് അല്ലെ, ചില പേഷ്യൻസിനെ കാണാൻ പറയാൻ ഷുഗർ അല്ലെ, ചില അസുഖങ്ങളുടെ അതുകൊണ്ടാണ് കാഠിന്യം കൊണ്ടാണ് അവരത് പ്രകടമാക്കണേ എന്ന് പറയും. അപ്പൊ അത് അത്തരത്തിലുള്ള പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ, അതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. അവരെ ഹോസ്പിറ്റൽ മീൻസ് എ സിറ്റുവേഷൻ where they should deal with the angry patients. എല്ലാ ഹോസ്പിറ്റലിലും ഇത്തരത്തിലുള്ള ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. Then it is a challenging task to cope with such a patient, and especially when they exhibit their frustration and on hospital. Okay, അവര് മിക്കവാറും നമുക്കറിയാം അവരെ ഹോസ്പിറ്റലൊക്കെ എപ്പോഴും അല്ലെ അവരുടേതായിട്ടുള്ള ഇതുകൾ പ്രകടിപ്പിക്കും അല്ലെ, അവരുടെ ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് തന്നെ അത് പ്രകടിപ്പിക്കും. ഇൻ കേസ് ചിലരൊക്കെ നിരാശ കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രകടിപ്പിക്കുന്നത്. ഇനിവേ എല്ലാവരും ഹാപ്പി പേഷ്യൻസ് ആവണമെന്നില്ല അല്ലെ, ഹോസ്പിറ്റലിലുള്ള എല്ലാവരും തന്നെ ഹാപ്പി പേഷ്യൻസ് ആവണമെന്നില്ല. നമുക്കറിയാം രോഗാവസ്ഥ മൂലമോ ഏതെങ്കിലും രീതിയിലൊക്കെ ഡിസ്റ്റർബൻസ് ഉള്ള പേഷ്യൻസുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. And patients can be upset because of various reasons such as delay in appointments, long patients wait times. Okay, ഇത് താഴേക്ക് നീണ്ടു പോവുകയാണ്. അതായത് ചില കാര്യങ്ങൾ കൊണ്ട് പേഷ്യൻസ് പെട്ടെന്ന് ചൂടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ചിലപ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ രോഗാവസ്ഥയും അവരുടെ മെന്റലി ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം മറ്റു ചില കാര്യങ്ങൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാവാം. അതായത് എന്താണ് മറ്റു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ് ഒക്കെ ഡിലേ ആവുന്ന സാഹചര്യങ്ങളുണ്ട്. ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ്, ഒരുപാട് നേരം അവർക്ക് വെയിറ്റ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗനിർണയമൊക്കെ തെറ്റായിട്ട് നിർണ്ണയിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ തെറ്റായ രീതിയിലാക്കുമ്പോൾ, ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ, അതായത് ഗുണമേന്മയില്ലാത്ത കെയർ ആവുമ്പോൾ, ആൻഡ് ലോട്ട് മോർ. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം നോർമലി മിക്കവാറും പേഴ്സൺസ് ഒക്കെ ദേഷ്യപ്പെടും അല്ലെ, തെറ്റായിട്ടുള്ള രോഗനിർണയ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ആരും ദേഷ്യപ്പെടാത്ത പേഷ്യൻസ് ഉണ്ടാവുമോ? ട്രീറ്റ്മെന്റ് ഒക്കെ റോങ് ആയിട്ട് നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേഷ്യൻസ് ദേഷ്യപ്പെടും ഇല്ലേ? ഓക്കെ, ഉണ്ടാവില്ല അല്ലെ, എല്ലാ പേഷ്യൻസും ദേഷ്യപ്പെടും. അതൊക്കെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുള്ള നെഗ്ലിജൻസ് കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാ പേഷ്യൻസും ദേഷ്യപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അതേസമയം നമുക്കറിയാം
ഇത് ഒരുപാട് മറ്റു കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറെ മാറ്റേഴ്സുകൾ ഉള്ളതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും കുറച്ച് കാര്യങ്ങൾ കൊണ്ട് വിഷയപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഞാൻ എന്താ പറയുന്നത്, ആൻഡ് ഇഫ് ഹോസ്പിറ്റൽസ് ഡു നോട്ട് അഡ്രസ് ദിയർ ഇഷ്യൂസ് they might even face legal threats from patients. ഓക്കെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ ഇഷ്യൂസുകൾ അല്ലെ, അവിടെ ഇഷ്യൂസുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ആ ഇഷ്യൂസുകളെല്ലാം തന്നെ അവിടെ do not address their issues, and if hospital do not address their issues they might even face legal threats from patients. നമുക്കറിയാം അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലല്ല, അത് പ്രധാനമായിട്ട് ലീഗൽ ആയിട്ടുള്ള നിയമ നടപടികളൊക്കെ ആയിട്ടായിരിക്കും മുന്നോട്ട് വരുന്നത്. ഹോസ്പിറ്റൽ cannot disregard such situations, so it's better to learn how to cope with the patients. Okay, അവിടെ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലുകൾ പ്രത്യേകമായിട്ട് ആ സിറ്റുവേഷൻസിൽ റെസ്പോൺസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. തീർച്ചയായിട്ടും അവരുടെ അല്ലെ ആ ഒരു പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് സഹകരിച്ചു പോകാൻ പറ്റുക അല്ലെ. നമുക്കറിയാം ട്രീറ്റ്മെന്റ് ഒക്കെ റോങ് ആയിട്ട് പോവുകയാണെങ്കിൽ അവര് കിടന്നുകൊണ്ട് ഒരുപാട് അല്ലെ കാര്യങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാവുകയുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ ഭാഗത്ത് സഹകരിച്ചു പോകാനായിട്ടുള്ള ശ്രദ്ധയാണ് കേന്ദ്രീകരിക്കേണ്ടത്. ആസ് എ കെയർ പ്രൊവൈഡർ, hospitals need to realize the warning sign and control the situation before it gets worsened. Okay, ആ സ്ഥിതി വഷളാകുന്നതിന് മുമ്പ് തന്നെ അല്ലെ അതിനനുസരിച്ചിട്ടുള്ള വാർണിംഗ്സുകളൊക്കെ ഹോസ്പിറ്റലുകാരെ മസ്റ്റ് ആയിട്ട് നേടിയെടുക്കേണ്ടതുണ്ട്. കാരണം അത് നമ്മുടെ ഭാഗത്ത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നാണ് പ്രോബ്ലംസ് സിറ്റുവേഷൻസ് അറേഞ്ച് വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഷ്യന്റ് ആയിട്ട് സഹകരിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല കാര്യം എന്ന് പറയുന്നത്. നീഡ് ടു ക്രിയേറ്റ് ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് ഫോളോ ദം ടു ഹാൻഡിൽ ആംഗ്രി പേഷ്യൻസ്. അങ്ങനെ നല്ല രീതിയിൽ അല്ലെ കോപാകുലരായിട്ടുള്ള രോഗികളൊക്കെ ആണെങ്കിൽ മികച്ച രീതിയിൽ അവരോട് നല്ല ബന്ധമൊക്കെ സ്ഥാപിച്ച് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് സൃഷ്ടിച്ച് പോയി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ ചെറുതായിട്ടൊരു ഐഡിയ കിട്ടിയില്ലേ എന്താണ് മിക്സ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ്? ഐഡിയ കിട്ടിയോ? വീണ്ടും അതിന്റെ ഒരു കുറച്ച് ഭാഗം കൂടി ഉണ്ട്, അപ്പൊ നമുക്ക് ഇച്ചിരി ക്ലിയർ ആവും. സ്റ്റെപ്പ് 1, അക്നോളജ് ആൻഡ് ലിസൺ ടു പേഷ്യൻസ് കംപ്ലൈൻസ് കാംലി. ഫസ്റ്റ് തന്നെ പേഷ്യന്റിന്റേതായിട്ടുള്ള അല്ലെ അവരുടെ പേഷ്യന്റിന്റെ കംപ്ലൈൻസ് ശാന്തമായിട്ട് തന്നെ ലിസൺ ചെയ്യണം, കേൾക്കാനായിട്ട് ശ്രമിക്കണം. Then try to understand the root cause of the problem. അതിന്റെ മൂല്യ കാരണം എന്താണ്, ആ ഒരു റീസൺ വരാനായിട്ടുള്ള പ്രോബ്ലം വരാനായിട്ടുള്ള മൂല്യ കാര്യം എന്താണെന്നുള്ളത് കണ്ടെത്തണം, അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. അവോയ്ഡ് ബീയിങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. അല്ലെ, ഇവിടെ പ്രതിരോധ ശേഷി നിൽക്കാതെ അല്ലെ പ്രധാനമായിട്ട് ഒരു വളരെ എമ്പതിയോട് കൂടിയിട്ട് അല്ലെ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവണം. Then make the patient feel that their concerns are taken seriously. Okay, then എന്താണ് അവരുടെ പേഷ്യന്റിന്റെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. Then apologize and take quick action to settle the problems. സീരിയസ് ആയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും അപ്പോളജൈസ് അല്ലെ നമ്മൾ ക്ഷമാപണം എന്തെങ്കിലും നടക്കേണ്ടതുണ്ടെങ്കിൽ ക്വിക്കായിട്ട് തന്നെ ഉടനെ തന്നെ ക്ഷമാപണങ്ങൾ എന്തെങ്കിലും നടത്തി സെറ്റിൽമെന്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തണം. Then communicate clearly about what you can do about the situation. ആ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റിയത് അല്ലെ അത് കൃത്യമായിട്ട് തന്നെ ആശയവിനിമയം നടത്തണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു, ആ നേരത്തെ കണ്ട കാര്യത്തിലൊക്കെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലെ കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഡയഗ്നോസിസ്, തെറ്റായിട്ടുള്ള രോഗനിർണയം, അതല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെ അങ്ങനെയൊക്കെയുള്ള കേസ് എന്ന് പറയുമ്പോൾ പേഷ്യന്റിനെ കുറിച്ചിട്ട് പേഷ്യന്റിനെ നോക്കുമ്പോൾ ഭൂരിഭാഗം അല്ലെ അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ഹോസ്പിറ്റലിന്റെ ഭാഗത്താണ് അല്ലെ. അങ്ങനെ വരുമ്പോൾ ഇവര് പറയുന്നത് ക്ഷമാപൂർവ്വം കേൾക്കാനായിട്ട് ഹോസ്പിറ്റൽ തയ്യാറാവണം. ഞാൻ അത് തയ്യാറായതിനു ശേഷം മാത്രം പോരാ അല്ലെ അത് സെറ്റിൽ ചെയ്യാനായിട്ട് ഏത് നടപടികളാണ് സ്വീകരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അല്ലെ അത് ആദ്യം മനസ്സിലാക്കണം. അവരോട് സിമ്പതിയോട് അല്ലെ ഒരു എന്താ പറയുന്ന ഒരു പരസ്പര ധാരണകളിലേക്ക് കൊണ്ടുവരണം. എന്താ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് അവരുടെ പേഷ്യൻസിന്റെ ഉളവാക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് നടത്താനായിട്ട് തയ്യാറാണ്. അത് ആശയവിനിമയത്തോടു കൂടി തന്നെ അത് പരസ്പരം അല്ലെ ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത്.
ക്ലിയർ ആണോ? ആണോ? നെക്സ്റ്റ് നോക്കാം. What can hospital do to deal with the angry patients? ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസുമായിട്ട് ഹോസ്പിറ്റൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഒന്നുകൂടെ കൃത്യമായിട്ട് ഒന്നുകൂടി പഠിച്ചു നോക്കാം. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു റിമെയിൻ കാം. പ്രോബ്ലം വന്നു കഴിയുമ്പോൾ എന്താണ് അവര് പറയുന്നത്? വളരെ ശാന്തമായിട്ട് അതിലേക്ക് ലയിക്കണം അല്ലെ. ഒറ്റയടിക്ക് കേട്ടുകൊണ്ട് ഇടപെടുന്ന ഒരു ആൻസർ പറഞ്ഞ് അത് ഒന്നുകൂടി വഷളാക്കുന്നതിന് പകരമായിട്ട് take a deep breath and try to remain calm. ശാന്തമായിട്ട് ഒരുപാട് ദീർഘവിശ്വാസം എടുത്ത് ശാന്തമായിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. Gather all the details about the patient's diseases and treatment provided to them. അവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആ പേഷ്യന്റ് വന്നത് മുതലുള്ള ആ ഡിസീസസുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം നേടിയെടുക്കണം. ഇതിനെന്താണ് സ്പെൻഡ് ക്വാളിറ്റി ടൈം with the patient to defect reason behind their outburst. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലുകാർക്ക് ഭയങ്കര തിരക്കൊക്കെയാണ്. പക്ഷെ ഫോൾട്ട് സംഭവിച്ചത് ഹോസ്പിറ്റലിന്റെ ഭാഗത്താണെങ്കിൽ നമുക്കറിയാം അവരുടെ പ്രധാനപ്പെട്ട ടൈം ഇവരോട് കൂടി സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ദ പേഷ്യന്റ് ടു ഡിഫെക്ട് റീസൺ ബിഹൈൻഡ് ദെയർ ഔട്ട്ബർസ്റ്റ്. അപ്പൊ അവിടെ കൃത്യമായിട്ട് തന്നെ അവരുടെ പ്രോബ്ലത്തിൽ നിന്ന് തന്നെ ഉണ്ടായത് കൊണ്ട് തന്നെ എന്താണ് അവിടെ കൃത്യമായിട്ടുള്ള നല്ല സമയം തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കണമെന്നുള്ളത്, ഈ ലക്ഷ്യമായിട്ട് തന്നെ ചെലവഴിക്കാനായിട്ട് ശ്രമിക്കണമെന്നുള്ളത്. എന്താണ് അടുത്തതായിട്ട് പറയുന്നത്? ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദെയർ ഇഷ്യൂസ്. അവിടെ എന്താണ് വളരെ ശാന്തമായിട്ട് തന്നെ അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു അന്തരീക്ഷം അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവോയ്ഡ് ഗിവിംഗ് അവേ ടു എനി ആർഗ്യുമെന്റ് ആൻഡ് ഡിഫെൻഡ് അഗേൻസ്റ്റ് ട്രീറ്റ്സ്. ഇങ്ങനെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും വാദപ്രതിവാദങ്ങളൊക്കെ അത് ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഇൻ കേസ് നമുക്കറിയാം തെറ്റ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തായതുകൊണ്ട് തന്നെ ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനായിട്ട് ശ്രമിക്കുക. പ്രൊട്ടക്ട് ലീഗലി ബൈ കെയർഫുള്ളി ഡോക്യുമെന്റിങ് ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈൻസ്. അത് നിയമപരമായിട്ട് അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ട് തന്നെ ഡോക്യുമെന്റ് രേഖാമൂലമുള്ള കാര്യങ്ങളൊക്കെ എഴുത്തുകുത്തുകളും കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നടപടിക്രമങ്ങളും പരാതി എഴുതി മേടിച്ച് ചെറിയ രീതിയിൽ കൃത്യമായിട്ടുള്ള റീസണിൽ തന്നെ മറുപടികളൊക്കെ കൊടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇൻ കേസ് നമുക്കറിയാം ഇത് കൈവിട്ട കേസുകളാകുമ്പോൾ അത് വിട്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാണ്. അതേസമയം പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കി കൊണ്ടുപോവുകയും വേണം. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കരുതലോട് കൂടിയിട്ട് വേണം ഇവരെ കൈകാര്യം ചെയ്യാൻ. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ക്ലിയർ ആണോ? മാത്രമല്ല നമുക്കറിയാം ഇനി നിയമവശത്തിന്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാവും അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ട് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിട്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒപ്പിടിച്ച് കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ നടപ്പാക്കിയിട്ട് സെറ്റിൽമെന്റ് കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ആണോ? ആംഗ്രി പേഷ്യൻസിന്റെ കാര്യം. മിക്സ്ഡ് പേഷ്യൻസ്, ആംഗ്രി പേഷ്യൻസ്. നെക്സ്റ്റ് നോക്കുക. ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. എന്താണ് ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന രോഗിയുടെ അനുഭവം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ സ്റ്റാഫിന് ഏറ്റവും കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞു. ഇനി രോഗിയുടെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്കറിയാം. രോഗിയുടെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. Most doctors spend a short span of time in which they want to complete various tasks from catching up with the patient, understanding their concerns and providing their required treatment. നമുക്കറിയാം മിക്കവാറും ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്നുകൊണ്ട് പേഷ്യന്റ് ചെന്ന് ഒരുപാട് രോഗാവസ്ഥ കാര്യങ്ങൾ പറയും. അവരിങ്ങനെ രോഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോഴെങ്കിലും രോഗികൾ ഡോക്ടറെ കണ്ടുകൊണ്ട് വരും. നമ്മളാണെങ്കിൽ കൂടി
തൃപ്തികരമായിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഒരു ഫീലിങ്സ്. കാരണം ഒരു നിശ്ചിത സമയം ഉണ്ടാവുള്ളൂ അല്ലെ, ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുക, നമ്മള് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പോവുകയാണ്. അപ്പോ എല്ലാവരും എന്താണ്, ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വരില്ല, എല്ലാ പേഷ്യൻസും എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പില് അല്ലെ കാഴ്ചവെക്കാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു തോന്നൽ അനുഭവപ്പെടാറുണ്ടോ? ഉണ്ട് അല്ലെ. കാരണം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കഴിക്കാനായിട്ട് അല്ലെ, ഒരു സംശയ ഘട്ടത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേണോ അല്ലെ, ഡോക്ടർ ചില കാര്യങ്ങളൊക്കെ മറന്നുപോകും അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷനൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, മോസ്റ്റ് ഡോക്ടേഴ്സ് സ്പെൻഡ് എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഇൻ വിച്ച് ദേ വാണ്ട് ടു കംപ്ലീറ്റ് വേരിയസ് ടാസ്ക് ഫ്രം catching up with the patients, understanding their concern and providing the requirement treatment. അവർ കുറച്ച് സമയം കൊണ്ട് തന്നെ പേഷ്യന്റിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു, അത് മനസ്സിലാക്കുന്നു, എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഇന്ന മരുന്ന് കഴിക്കുക, ഇത്ര സമയം റെസ്റ്റ് ചെയ്യുക, അങ്ങനെ അല്ലെ, ഒരു നിശ്ചിത സമയം കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. നോക്കാം, in such cases it could be difficult for doctors to address all the problems of the patients. അപ്പൊ ഈ ഒരു നിശ്ചിത സമയം കൊണ്ട് പേഷ്യന്റിന്റേതായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും മനസ്സിലാക്കാൻ ഡോക്ടേഴ്സിന് കഴിഞ്ഞെന്ന് വരില്ല. ശരിയുള്ള കാര്യമാണ് അല്ലെ, നമുക്ക് തന്നെ തൃപ്തികരമല്ല എല്ലാ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിന് ഡോക്ടേഴ്സിന് തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള പേഷ്യന്റിന്റെ എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയെന്നല്ല. If we do not get the answer for a specific queries like did we provide the desired care, did we give the right advice, it would be difficult for a hospitals to improve the patient's experience. Okay, നമുക്കറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റാതെ വരുമ്പോൾ അല്ലെ, പേഷ്യന്റും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആവശ്യമായിട്ടുള്ള പരിചരണം നൽകി അല്ലെ, ശരിയായിട്ടുള്ള പല പല ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറെ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് അല്ലെ. ഇഫ് യു ഡു നോട്ട് ഗെറ്റ് ആൻസർ ഫോർ സ്പെസിഫിക് ക്വയറീസ് ആയിട്ട് did we provide the desired care അല്ലെ, അവര് തീരുമാനിച്ച കെയർ കിട്ടിയോ അല്ലെ, ഒരു ആശയപ്പെടുമ്പോഴാണ് did we get the right advice, ശരിയായിട്ടുള്ള അഡ്വൈസ് തന്നെയാണോ ഈ വ്യക്തിക്ക് കൊടുത്തത്, അല്ലെങ്കിൽ would be difficult for hospital to improve the patient's experience, അവർക്ക് നല്ലൊരു അനുഭവം പേഷ്യന്റിന് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഡോക്ടർക്ക് തന്നെ ഒരു സംശയമാണോ, ഓക്കെ ഇവർക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ് ശരിയാണോ, അല്ലെങ്കിൽ നല്ല അഡ്വൈസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു, കാരണം ചുരുങ്ങിയ സമയം കൊണ്ടാണ് ചോദിച്ച് അവർ അഡ്വൈസ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് ഡോക്ടേഴ്സിനെ തന്നെ നയിക്കും. It will not would be difficult for hospital to improve patient experience. അങ്ങനെ വരുമ്പോഴും പേഷ്യൻസിന് നല്ല തൃപ്തികരമായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടണമെന്നുമില്ല അല്ലെ. One of the best ways to improve it is by engaging with the patients and addressing their problems correctly after every interaction. In case നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരായിട്ട് ഒരു കാഴ്ചപ്പാട് വരുത്തുന്നുണ്ടെങ്കിൽ അല്ലെ, ഓരോ പ്രാവശ്യം ഇടവേളകളിൽ കാഴ്ചപ്പാട് നടത്തുകയാണെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും ആ രോഗിയും ആ ഡോക്ടറും നമ്മളൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരേ ഡോക്ടറെ തന്നെയാണ് കാണണമെങ്കിൽ എന്താണ്, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഹിസ്റ്ററീസിനെ കുറിച്ചിട്ട് ഒരു നല്ല അവയർനെസ് ആ ഡോക്ടറിന് ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോക്ടറെ തന്നെ നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് നമ്മൾക്കറിയാം ബേസിക് ആയിട്ടുള്ള നമ്മുടെ കുറെ ഹിസ്റ്ററീസും അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഫോളോ അപ്പ് എടുക്കാനായിട്ട് സാധിക്കും. അതേസമയം മറ്റേ ടൈമിൽ നമ്മളൊരു ഡോക്ടറെ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒരു നിശ്ചിത 4-5 മിനിറ്റ് കൊണ്ട് ഡോക്ടറിനോട് മുമ്പിൽ അല്ലെ എന്താണ് റീസൺസ് എന്നുള്ള എന്താണ് പ്രോബ്ലംസ് ഒക്കെ ഷെയർ ചെയ്യുന്നു, അവര് കുറച്ച് അഡ്വൈസും കാര്യങ്ങളൊക്കെ തരുന്നു. അപ്പൊ അവിടെ ഇരുകൂട്ടർക്കും സംതൃപ്തമല്ല അല്ലെ, നല്ലൊരു എക്സ്പീരിയൻസ് പേഷ്യന്റിന് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പങ്കുവെച്ചു എന്നുള്ളൊരു ഡൗട്ടുകളുണ്ട്. രോഗി എന്താണ് ഡോക്ടർ തന്ന അഡ്വൈസ് ഉപദേശങ്ങളെല്ലാം തൃപ്തികരമാണോ എന്നൊക്കെയുള്ള ഡൗട്ട് ഫസ്റ്റ് ആയിട്ടും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള ഇടവേളകൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വലിയൊരു പ്രോബ്ലംസിന് മറികടക്കാനായിട്ട് സാധിക്കും. പേഷ്യൻസ് എക്സ്പീരിയൻസ് പീരീഡ് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ ഒരു ഈ പീരീഡ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഈ പീരീഡ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകേണ്ടത്. കാരണം ഒരു ഫിലിംഗ ബ്ലാങ്ക് പോലെ പീരീഡിൽ ഒരു ഭാഗം വിട്ടുപോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയത്. എന്താണ് ഫസ്റ്റ് വൺ, പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യന്റ് സെൻട്രിക് സർവീസ്. അതായത് രോഗികൾക്ക് അല്ലെ എന്ത് മൂല്യം കൊടുത്തു എന്നുള്ളതിന്റെ ഒരു ഗുരുവിതാണ്.
പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യന്റ് സെൻട്രിക് സർവീസ്. അതായത് പേഷ്യന്റിനെ കേന്ദ്രീകൃതമായിട്ട് തന്നെ എന്തൊക്കെയോ സേവനം, വാല്യൂ പ്രാക്ടീസ് ഡെലിവേഴ്സ് ടു ഇറ്റ്സ് പേഷ്യൻസ്. എന്ത് മൂല്യത്തോടു കൂടിയിട്ടാണ് ഈ പേഷ്യന്റിനെ കൊടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡോക്ടേഴ്സിനെ കാണുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ബെറ്റർ ആയിരിക്കും അല്ലെ. അതേസമയം അവർക്ക് നല്ല രീതിയിൽ സേവനം, കേസ് അല്ലാത്ത രീതിയിലാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള സേവനം അവർക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. Then patient journey, patient experience, how the practice engage with its patients. അതായത് ഇടയ്ക്കിടയ്ക്ക് വരുന്നവരും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പേഷ്യൻസ് ആണ് എങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഗുഡ് ആയിരിക്കും. അതേസമയം പ്രയർ ആയിട്ട് വല്ലപ്പോഴുമാണ് ഡോക്ടറെ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ അവർക്ക് ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഹൗ ദ പ്രാക്ടീസ് എൻഗേജ് വിത്ത് പേഷ്യന്റ്. പേഷ്യന്റുമായിട്ട് ഉള്ള ഒരു പ്രാക്ടീസ് വരുമ്പോൾ രോഗികൾക്ക് ഈ പ്രാക്ടീസിൽ എങ്ങനെ ഇടപെടാനായിട്ട് പറ്റി അല്ലെ, ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് മനസ്സിലാക്കുക, എന്താണ് ഒരു നിശ്ചിത സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻസ് ആവണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം. നിശ്ചിതമായിട്ടുള്ള ഒരു സമയക്രമമൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിനും പേഷ്യന്റിനും നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് അവർക്ക് ഉളവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് നോക്കാം. വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? Establish a centralized hospital information system to streamline hospital process, patient registration, appointment scheduling, generating bills, publishing lab tested reports, setting up reminders, etc. അതായത് നമുക്കറിയാം ഒരു വിവര സംവിധാനം അല്ലെ, അതിന്റെ ഉള്ളില് ഈ കാര്യങ്ങൾ ഒരു രോഗിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൊടുക്കാം. അപ്പൊ രോഗിക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. ഈ കേസ് നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ട് അല്ലെ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഡോക്ടറെ വീണ്ടും വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ആ ഡോക്ടർക്ക് ഓടിച്ചു പോവാം അല്ലെ. ഈ രോഗിയെ കുറിച്ചിട്ടുള്ള കുറെ ഡീറ്റെയിൽസുകൾ എളുപ്പത്തിൽ ഒരു നിശ്ചിത സമയം കൊണ്ട് തന്നെ വായിച്ചു പോവാം. ഇടയ്ക്കിടയ്ക്കാണ് ആ ഡോക്ടറെ തന്നെയാണ് വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ പറ്റില്ലേ? പറ്റുമോ? ഒരു ഹോസ്പിറ്റല് അല്ലെ, നമ്മളൊരു വലിയൊരു ഹോസ്പിറ്റലൊക്കെ ആണ് പോണെങ്കിൽ, വിവിധ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു ID കാർഡ് ആയിരിക്കും അല്ലെ. അവർക്ക് വ്യത്യസ്ത ഡോക്ടേഴ്സിനെ കണ്ടാലും ഒരേ ഇതിൽ തന്നെയായിരിക്കും സെർവ് ചെയ്യുന്നത് അല്ലെ. ഏത് ഡോക്ടറെ കണ്ടാലും അദ്ദേഹത്തിന്റെ ആ ID കാർഡിന്റെ കീഴിലായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഈ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒറ്റ ക്ലിക്കിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉള്ളതാണ്, എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കഴിക്കുന്നതാണ്, ഒരു ഹിസ്റ്ററി ജസ്റ്റ് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത് എസ്റ്റാബ്ലിഷ് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. സ്ഥാപിക്കണം. എങ്ങനെയുള്ള ഇൻഫോർമേഷൻ സിസ്റ്റം സ്ഥാപിക്കണം? സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം സ്ഥാപിക്കണം. ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെ, അവിടെ ഓരോ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആശുപത്രി വിവരണ സംവിധാനം അവിടെ സ്ഥാപിക്കണം. അപ്പൊ ആ ഒരു നമ്പറിൽ അല്ലെ, UPയുടെ നമ്പറിൽ തന്നെ അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെൻട്രലൈസ്ഡ് തന്നെ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ അല്ലെ അപ്ലോഡ് ആയിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ അല്ലെ OP നമ്പർ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതിലെല്ലാം ഉൾപ്പെടുത്തും അല്ലെ. പ്രോസസിംഗ് പേഷ്യന്റ് രജിസ്ട്രേഷൻ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ്, ജനറേറ്റിംഗ് ബിൽസ്, പബ്ലിഷിംഗ് ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്സ്, സെറ്റിംഗ്സ് അപ്പ്, റിമൈൻഡേഴ്സ് എക്സെട്ര അല്ലെ, എല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ എളുപ്പത്തില് ആ ഡോക്ടർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ. ഓക്കെ, ഓരോ പേഷ്യന്റിനും അല്ലെ വ്യക്തിപരമായിട്ട് തന്നെ കെയർ കൊടുക്കണം. ഓക്കെ, ഓരോ പേഷ്യന്റിനും എന്താണ് ഫിക്സ് ചെയ്ത് കെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആകെ ഡൗട്ടാണ് അല്ലെ. ഒരു പേഷ്യന്റിന് ഒരു ID പ്രൂഫ്, അതിനനുസരിച്ചിട്ടുള്ള കെയർ, അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഒരേ രീതിയിൽ തന്നെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അറിയാനായിട്ടും എളുപ്പത്തില് അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിപരമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. Then read out to patients and communicate with them on different channels. ഓക്കെ, അവിടെ എന്താണ് പറയുന്നത്? റീഡ് ഔട്ട് അല്ലെ, അത് വിവരിച്ചു കൊടുക്കണം അല്ലെ, വായിച്ചു കൊടുക്കാനായിട്ട് പറ്റണം. റീഡ് ഔട്ട് ദ പേഷ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഡിഫറെന്റ് ചാനൽസ്. ഇൻ കേസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ വായിച്ചു കൊടുക്കണം. അവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയാൻ വേണ്ടിട്ട് അല്ലെ. നമ്മൾ ചിലപ്പോഴൊക്കെ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അറിയാം, ഓക്കെ ഇന്ന ദിവസം വന്ന പേഷ്യന്റ് ആണ് അല്ലെ, ഇന്ന മെഡിസിൻ ആണ് അല്ലെ കഴിച്ചത്, ഇന്ന രോഗമായിട്ടാണല്ലേ വന്നത്, ഓക്കെ ഇപ്പൊ എന്താ പ്രശ്നം അല്ലെ, അങ്ങനെയല്ലേ ചോദിച്ചൊക്കെ തുടങ്ങാം. അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങാറുണ്ടോ? ഒരു ഹിസ്റ്ററി അറിഞ്ഞാലാണ് അങ്ങനെ ചോദിച്ചു തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ പാസ്റ്റ് അല്ലെ, നമ്മളെ നേരത്തെ കണ്ട പാസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ,
അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇൻ കേസ് നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടക്ട് പേഷ്യന്റ് സർവീസ് ടു കളക്ട് വാല്യുബിൾ ഫീഡ്ബാക്ക്. അതേമാതിരി തന്നെ പേഷ്യന്റ് സർവേയിലൂടെയൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ അല്ലെ വാല്യുബിൾ ആയിട്ട് മൂല്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. ഓക്കെ, എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, എന്തെങ്കിലും ഉൾപ്പെടുത്താത്തതുണ്ടോ, അല്ലെ സർവേകളൊക്കെ നമുക്ക് ചോദിച്ചറിയപ്പോ ഈ മെത്തേഡൊക്കെ ഓക്കെ ആണോ, അല്ലെ അപ്പൊ അവര് കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് പറയും. ഓക്കെ, ഇന്ന ദിവസത്തെ ചാർട്ടുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, ഇന്ന റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ കൃത്യമായിട്ട് തന്നെ അതനുസരിച്ചിട്ടൊക്കെ അവർക്ക് ഫീഡ്ബാക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ വെച്ച് തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. Then try to understand how patients receive the quality of care given. Then അതേമാതിരി തന്നെ ട്രൈ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പേഷ്യന്റ് റിസീവ് ദ ക്വാളിറ്റി ഓഫ് കെയർ. നമ്മുടെ കെയർ എത്രത്തോളം ക്വാളിറ്റി ഗുണമേന്മ നിറഞ്ഞതാണ് അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് അല്ലെ, അതും അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും അറിയേണ്ടതുണ്ട്. Then discuss with the stakeholders and implement quality measure. ഇൻ കേസ് നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ അല്ലെ പേഷ്യൻസ് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് നടപ്പിലാക്കി ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ചിലപ്പോൾ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഫീഡ്ബാക്കിലൂടെയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് ഓക്കെ നല്ലതാണ് എങ്കിൽ മാനേജ്മെന്റ് ആയിട്ട് ഡീൽ ചെയ്ത് പല പുതിയ നിയമ നടപടിക്രമങ്ങളൊക്കെ ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് ശ്രമിക്കണം. ഓക്കെ, ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. ഓക്കെ, വായിച്ചു നോക്കുക. Third point, read out to patients and communicate with them on different channels. അതായത് റീഡ് ഔട്ട് ടു പേഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വായിച്ചു കൊടുക്കുക അല്ലെ. എന്നുവെച്ചാൽ അവര് ചിലപ്പോ അവർക്ക് ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന കാര്യങ്ങളായിരുന്നു അല്ലെ, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് ഇങ്ങനെയായിരുന്നു അല്ലെ, അത് മനസ്സിലാക്കി വായിച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കണം. അപ്പൊ അവർക്ക് ഓക്കെ ഓ ഇതൊക്കെ ഓർമ്മയിലുണ്ടല്ലോ, ഇതൊക്കെ അറിയാലേ എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് ആണ്. ഇവിടെ നേരത്തെയുള്ള ഹിസ്റ്ററിയിൽ നിന്നാണ് ഡോക്ടർ അത് വായിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വായിച്ചു കൊടുക്കുമ്പോൾ എന്താണ് ഇവർക്ക് ഓക്കെ ആവും, തൃപ്തികരമോ പേഷ്യന്റിന് ഓക്കെ ആവും അല്ലെ. അതാണ് പറയുന്നത് റീഡ് ഔട്ട് ദ പേഷ്യന്റ്, റീഡ് ഔട്ട് ടു പേഷ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ്. ഓക്കെ, ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്ക് കൃത്യമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അതില് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു അല്ലെ, കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്റ്റാഫിനെ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രത്യേകത നമുക്കറിയാം, പേഷ്യന്റിനും സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. അപ്പോ പ്രധാനമായിട്ടും പറയുന്നത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അല്ലെ. സ്റ്റാഫുകളെ ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നടപടികൾ അല്ലെ, സ്റ്റെപ്സ് ടേക്കൺ ഫോർ ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ മനസ്സിലാക്കുക ഹാപ്പി സ്റ്റാഫ് വിൽ ബി ഗിവ് ബെറ്റർ പേഷ്യന്റ് കെയർ. ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് പോവുക. ഇതിൽ പ്ലാൻസ് ഒക്കെ ആയിട്ട് ചോദിച്ചു കാണാറുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞു, ഇത് അല്ലെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസുകളാണ്. ഏതെങ്കിലും സ്ട്രാറ്റജീസുകൾ 2-3 തന്നിട്ട് ഇതിൽ പെട്ടതാണോ അല്ലെ, സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയ സ്ട്രാറ്റജി ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതേമാതിരി തന്നെ അവര് ഹോസ്പിറ്റൽ മീൻസ് സിറ്റുവേഷൻ അല്ലെ, എല്ലാ ഹോസ്പിറ്റലും ഏത് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ആംഗ്രി പേഷ്യൻസിന്റെ സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെ, അതൊരു എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാറുണ്ട്. അവര് ഡീൽ ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. കാരണം നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിലും എന്തെങ്കിലുമൊക്കെ പാകപ്പാടുകൾ പറ്റാറുണ്ട് അല്ലെ. ഉണ്ടാവാറുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ ആ പാകപ്പഴങ്ങൾ പറ്റുന്നത് കൊണ്ട് തന്നെ കോമൺലി എല്ലായിടത്തും എങ്ങനെയാണ് ഒരേപോലെ തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത്. സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട്
എല്ലാ ഇവിടുത്തെ എല്ലാ ഹോസ്പിറ്റലുകാരും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് അല്ലെ. ഏതെങ്കിലും രീതിയിൽ പാകപ്പഴകൾ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സമയം അവിടെ പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ റയറായിട്ട് ട്രീറ്റ്മെന്റ് റോങ് ആയി പോകാറുണ്ട്, ഡയഗ്നോസിസ് ഒക്കെ റോങ് ആയി പോകാറുണ്ട്. അതൊക്കെ വളരെ റയർ കേസുകളായിരിക്കാം അല്ലെ. അതല്ലെങ്കിൽ നിത്യസംഭവമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്താണ് ഇങ്ങനെ ഡിലേ അപ്പോയിന്റ്മെന്റ്സും വെയിറ്റ് ടൈംസും കൂടുതൽ എടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ. ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഡോക്ടേഴ്സിന് ബുക്ക് ചെയ്ത ഡോക്ടേഴ്സിന്റെ അല്ലെ എന്തെങ്കിലുമൊക്കെ രീതികളൊക്കെ വരാനായിട്ടുള്ള ബില്ല് മാറിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ കോമൺലി മനസ്സിലാക്കുക, എല്ലാ ഹോസ്പിറ്റലും എവറി ഹോസ്പിറ്റലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അത് ഈ രീതിയിലും കൊടുത്തിട്ടുണ്ട്, അല്ലാത്ത ഈ രീതിയിലും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ സ്റ്റെപ്സുകൾ ചോദിച്ചു കഴിഞ്ഞാല് അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. എപ്പോഴും ഞാൻ പറയുന്നത് ഒരു ചാപ്റ്ററിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഏതാണ് വരുന്നതെന്നൊന്നും അറിയില്ല, ജസ്റ്റ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അല്ലെ. ഒരുപാട് സ്ട്രഗിൾ ഒന്നും അവരായിട്ടൊന്നുള്ള അല്ലെ, കുറെ സ്ട്രഗിളിന് പോവാതെ തന്നെ അവരായിട്ട് കാമായിട്ടൊരു പോയിന്റില് അവരെ ലിസൺ ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങളാണ് എപ്പോഴും പാലിച്ചു കൊണ്ടുപോകേണ്ടത്. എന്താണ് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ അല്ലെ എടുത്തു പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, പ്രൊട്ടക്ട് ലീഗലി ബൈ കെയർഫുള്ളി ഡോക്യുമെന്റിംഗ് ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലയൻസ് അല്ലെ. എന്തിനൊക്കെയാണ് അവര് എന്താണ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നത്, ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലയൻസുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്താണ് നിയമ നടപടികൾ അതിനനുസരിച്ചിട്ടുള്ള ഡോക്യുമെന്റ് കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകണം എന്നുള്ളത്. പിന്നെ എന്താ പറയുന്നത് ഇവിടെ ഇമ്പോർട്ടൻസ് കാണാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഡോക്ടർ ഷോർട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു ആർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പേഷ്യൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അതും ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. Okay, we want to combine the various tasks from compassion patient, understanding their concern and providing the required treatment. In such cases, it would be difficult for doctors to address all the problems of our patients. Okay. അപ്പൊ ആരാണ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണേ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ? നമുക്കറിയാം ഡോക്ടേഴ്സ് ആണ് കുറച്ച് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് വിനിയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം നമുക്കറിയാം അത് ആ ഒരു സിറ്റുവേഷനിൽ ആയതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള റെമഡിയലായിട്ടുള്ള ആക്ഷൻസുകളൊക്കെ എടുത്ത് പറയുന്നുണ്ട് അല്ലെ. അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഹിസ്റ്ററികളൊക്കെ നേരത്തെ കൂട്ടിയൊക്കെ കമ്പ്യൂട്ടറൈസിലൊക്കെ ആക്കി വെക്കുക. അതിന്റെ സ്റ്റെപ്സുകളും പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ സ്റ്റെപ്സ് ബൈസ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്റ്റെപ്പുകൾ ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട റെമഡിയലായിട്ടുള്ള ആക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് ജസ്റ്റ് ചോദിക്കാറ്. ഓക്കെ, എന്താണ് ഇതില് ചെറുതായിട്ടെങ്കിലും ഒരു ഈ ഡയഗ്രത്തില് ഒരു പോയിന്റ് വിട്ടിട്ട് ഫിൽ ദ ബ്ലാങ്ക് എന്ന് പറഞ്ഞ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി പോയിക്കോളൂ. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അടുത്തൊരു പോയിന്റ് കൂടി എടുക്കാം. ഒരെണ്ണം കൂടി ഉണ്ടോ? To improve patient retention. എന്താണ് പേഷ്യന്റ് റിട്ടൻഷൻ എന്ന് പറയുന്നത്? പേഷ്യന്റിനെ നിലനിർത്തണം അല്ലെ. രോഗികളുടെ നിലനിർത്തൽ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതായത് അവിടെ വിട്ടുപോകരുത്, ആ ഹോസ്പിറ്റലിൽ വിട്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം അല്ലെ. It's a most cost effective to all the patient there to get new patients. Okay. അതായത് നമുക്കറിയാം പ്രധാനമായിട്ട് അല്ലെ പുതിയ രോഗികളെ കൊണ്ടുവരികയും വേണം, ഉള്ള രോഗികളെ നിലനിർത്താൻ വേണം അല്ലെ. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Returning patients will result in a greater ROI, return on investment, and happy patients can be hospital best advocates. ആ രണ്ട് ക്വസ്റ്റ്യൻ നോക്കിയാല് അത് മാർക്ക് ചെയ്ത് പോകേണ്ട ഭാഗമാണ്.
ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായില്ല, സോറി ക്ഷമിക്കണം. ഓക്കെ, എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. അവിടെ നമുക്കറിയാം പേഷ്യന്റ് ഒരു മുതൽ മുടക്ക് നടത്തിയിട്ടാണ് അവരുടെ ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു അല്ലെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അവർ വിലയിരുത്തേണ്ടതുണ്ട്. ആൻഡ് ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്. നമുക്കറിയാം അവിടെ അല്ലെ ഹോസ്പിറ്റലാണെങ്കിലും തീർച്ചയായിട്ടും അവിടെ പേഷ്യൻസ് ധാരാളം ഉണ്ടായാൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിൽ ഇൻവെസ്റ്റ് അല്ലെ നല്ല റിട്ടേൺ നേടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് നല്ല പേഷ്യൻസ് അല്ലെ ഹാപ്പി പേഷ്യൻസിനെ സംബന്ധിച്ച് അവര് നല്ല ബെസ്റ്റ് അഡ്വക്കേറ്റും കൂടിയാണ്. കാരണം എന്താ, മറ്റുള്ളവരെ വരാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും, അവർ ഈ ഹോസ്പിറ്റലിൽ വിട്ടുപോകാനായിട്ട് തയ്യാറാവുകയുമില്ല അല്ലെ. They will keep coming back to opt for service and even suggest the hospital to their friends and family. ഓക്കെ, അവര് എപ്പോഴും കമ്മിങ് ബാക്ക് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ അവര് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. എങ്ങനെയുള്ള പേഷ്യൻസ് ആണ് അങ്ങനെ തയ്യാറാവുന്നത്? ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആയിരിക്കും അങ്ങനെ തയ്യാറാവുന്നത്? ആംഗ്രി പേഷ്യൻസ് ആണോ? അൺസാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണോ? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണോ? ഹാപ്പി പേഷ്യൻസ്. ഓക്കെ, ഹാപ്പി അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ്. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള പേഷ്യൻസ് ആണ് ഓക്കെ മറ്റുള്ളവരെ വരാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെ. They will keep coming back to opt for service and even suggest the hospital to their friends and family. ഓക്കെ, എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും തീർച്ചയായിട്ടും അവിടെ നിന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നതും മറ്റുള്ളവരെയും കൂടി വരാനായിട്ട് പ്രചോദിപ്പിക്കുന്നതും. Apart from providing quality care, employ some of the best patient procurement strategies to make the patients feel worth it. അതുകൊണ്ട് തന്നെ അല്ലെ എപ്പോഴും അവരെ പങ്കാളികളായിട്ട് പേഷ്യൻസിനെ കൂടെ പങ്കാളികളാക്കിയിട്ട് അവരെ സുഖപ്പെടുത്തി അല്ലെ അവർക്ക് സുഖിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. കാരണം അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരെ കൂടി അല്ലെ പങ്കാളികളാക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ, അവരവിടെ നിന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എങ്കിലും ഇവിടെയുള്ള 2 പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കുക. റിട്ടേണിംഗ് പേഷ്യന്റ് വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ROI അല്ലെ. ഡാഷ് പേഷ്യൻസിന്റെ ഗ്രേറ്റർ ROI എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അബ്രിവേഷൻ അത് ആ രീതിയിൽ ചോദിക്കാറുണ്ട്. എന്താണ് വീണ്ടും അല്ലെ വീണ്ടുമുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്. ഹു ഈസ് ദ ബെസ്റ്റ് അഡ്വക്കേറ്റ് ഓഫ് ഹോസ്പിറ്റൽ അല്ലെ. അങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താണ് ഹാപ്പി പേഷ്യൻസ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ഒക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ വീണ്ടും ഹോസ്പിറ്റലിൽ നിലനിന്ന് പോകുന്നത് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ക്ലിയർ അല്ലേ? ഓക്കെയാണോ? നമുക്ക് അതിന്റെ ഒരു ഇതും കൂടി നോക്കാം. ഇംപ്ലിമെന്റിംഗ് പേഷ്യന്റ് റിറ്റൻഷൻ സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് അല്ലെ അവിടെ നിലനിർത്തി പോകാനായിട്ടുള്ള എക്സ്പീരിയൻസുകൾ നോക്കുക. റിറ്റെയിൻ എക്സിസ്റ്റിംഗ് പേഷ്യൻസ് പിന്നെ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്. ഓക്കെ, അവിടെയുള്ള പേഷ്യൻസുകൾ നല്ല സാറ്റിസ്ഫൈഡ് ഹാപ്പി ആണെങ്കിൽ അവിടെ നിന്ന് വിട്ടുപോകില്ല. കണ്ടക്ട് പേഷ്യൻസ് ഫീഡ്ബാക്ക് സർവേസ്. ആസ്ക് പേഷ്യൻസ് വൈ ദേ ലെഫ്റ്റ്. ഇൻ കേസ് എന്താണ് എന്തെങ്കിലും വിട്ടുപോകാനായിട്ട് തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ സർവേ നടത്തേണ്ടതുണ്ട്. സോഷ്യൽ കമ്മ്യൂണിറ്റി എന്താണ് പറയുന്നത് ഇൻസെന്റീവ്സ് ദെയർ റിട്ടേൺ. ഓക്കെ, അവിടെ നമുക്കറിയാം ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി നല്ലൊരു ഇതല്ല വൈറ്റപ്പ് അല്ലെ നല്ലൊരു പിക്കപ്പോട് കൂടിയിട്ട് ഒന്നിച്ചു പോകണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ അല്ലെ അവർക്ക് അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ ഇൻസെന്റീവ്സ് ഒക്കെ പ്രദാനം ചെയ്തിട്ട് അവിടെ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കണം അല്ലെ. റിവാർഡ് പേഷ്യന്റ് ലോയൽറ്റി, പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. അതായത് റിവാർഡ് പേഷ്യന്റ് ലോയൽറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവർക്ക് വിശ്വസ്തമായിരിക്കണം അല്ലെ. ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വിശ്വസ്ത ഒരു സ്ഥാപനമായിരിക്കണം. അങ്ങനെയുള്ള ഒരു അംഗീകാരമൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും എന്താണ് അവിടെ സോഷ്യൽ ഇപ്പൊ നമുക്കറിയാം ഒരു സമൂഹത്തിലൊക്കെ ഉള്ള ഒരു നല്ല അംഗീകാരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റിന്റെ ഉള്ളിലും ഒരു അംഗീകാരം കിട്ടുകയാണ് അല്ലെ. നല്ലൊരു ഹോസ്പിറ്റലാണ്, ഓക്കെ ഇത്രയൊക്കെ അവാർഡുകൾ കിട്ടിയത്, ഇത്രയൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചത് അല്ലെ. അങ്ങനെ ഒരു ലോയൽറ്റി കൂടി നിലനിർത്താനായിട്ട് ശ്രമിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ലിസൺ ടു ദ വോയിസ് ഓഫ് ദ പേഷ്യൻസ്.
and resolve issues of a patients. എന്താണ് ലിസൺ വോയിസ് ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്ന പേഷ്യൻസിനെ കേൾക്കാനുള്ള സന്നദ്ധയുള്ള ഒരു ഹോസ്പിറ്റൽ. അപ്പൊ നമുക്കറിയാം എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലും സോൾവ് ചെയ്യാനായിട്ട് ഈ ഹോസ്പിറ്റലിൽ തയ്യാറാവുന്നുണ്ട് അല്ലെ. അപ്പൊ ലിസൺ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കെട്ടിപ്പടുത്തുകൊണ്ട് തന്നെയായിരിക്കണം ഹോസ്പിറ്റലിൽ മൂവ് ചെയ്ത് പോകേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു നല്ല ഒരു വിശ്വസ്ത അനുയായികളായിട്ട് തന്നെ കൈവരുത്തിക്കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് നിലനിന്ന് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വാറ്റിക്കാൻ ഹോസ്പിറ്റൽ ഇങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനേ ഉള്ളൂ. വാറ്റിക്കാൻ ഹോസ്പിറ്റൽ ഡ്യൂ ടു അപ്ഗ്രേഡ് പേഷ്യന്റ് റിട്ടൻഷൻ. ഇതില് പറയുന്നത് ജനറേറ്റ് കംഫർട്ടബിൾ ആൻഡ് ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹോസ്പിറ്റൽ. എപ്പോഴും നമ്മളങ്ങനെ പേഷ്യന്റിനെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. സ്റ്റാഫുകളെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആംഗ്രി പേഷ്യൻസിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ മാതിരി തന്നെ പേഷ്യന്റിനെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഫസ്റ്റ് വൺ എന്താണ്, ജനറേറ്റ് ചെയ്യേ കംഫർട്ടബിൾ ആൻഡ് ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, സൗകര്യപ്രദമായ അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്ന എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കണം. Then intimate the patient in advice about the treatment procedure. ട്രീറ്റ്മെന്റ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളൊക്കെ അല്ലെ നല്ല രീതിയിൽ തന്നെ ഇന്റിമേറ്റ് ആയിട്ട് അല്ലെ അവരോട് പരസ്പരം സഹകരിച്ചുകൊണ്ട് തന്നെ പ്രദാനം ചെയ്യാനായിട്ട് ശ്രമിക്കണം. Then excel patients expectations and provide the best treatment. അവരെ പ്രതീക്ഷിച്ച അല്ലെ ഓരോ പേഷ്യന്റിനെ പ്രതീക്ഷിച്ച രീതിയിലുള്ള പരിചരണം അല്ലെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അവർക്ക് ലഭ്യമാക്കാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു പേഷ്യന്റും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നല്ലൊരു ട്രീറ്റ്മെന്റ് അല്ലെ അവരെ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് തന്നെ അവർക്ക് നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് അവിടെ തന്നെ നിലകൊള്ളാനായിട്ട് ശ്രമിക്കും. കണ്ടക്ട് ഫോളോ അപ്പ് സർവീസ് ആഫ്റ്റർ ദ വിസിറ്റ്. കേസ് വിസിറ്റ് ചെയ്ത് പോയാലും അവരുടെ ഫോളോ അപ്പ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലെ. ഒരു 2 വീക്സിന് കഴിഞ്ഞ ശേഷം വരണം എന്നൊക്കെ ഉള്ള ഒരു അഡ്വൈസ് കൊടുത്ത് വിട്ടാലും കണ്ടില്ല എങ്കിലൊക്കെ ഒരു ചെറിയ ഫോളോ അപ്പ് എടുക്കുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ വിട്ടു പോകാനൊക്കെ ആയിട്ട് തയ്യാറാവില്ല. ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യന്റ്. ഓക്കെ, എപ്പോഴും എന്താണ് ആ പേഷ്യന്റിനോടൊപ്പം തന്നെ അല്ലെ അവരൊരു നല്ല രീതിയിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് അല്ലെ അവരോടൊപ്പം തന്നെ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഹോസ്പിറ്റലിൽ വിട്ടു പോകാനായിട്ട് ഒരു പേഷ്യന്റും തയ്യാറാവില്ല. അപ്പോ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ഹോസ്പിറ്റലിലെ പേഷ്യന്റ് നിലനിർത്താനുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഉണ്ട്. എന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഭാഗമുണ്ട്. ഓക്കെ, എനിവേ നമ്മുടെ കാര്യം ഓവറായി. അപ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തന്നെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ അത് കൃത്യമായിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് പോകും അല്ലെ. നമുക്ക് അങ്ങനെ അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈസിയാണോ ചാപ്റ്റർ? ഈസിയാണെന്നാണോന്ന് അറിയില്ല അല്ലെ. വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ലായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, Miss. Thank you, ma'am.